ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളെ വീഡിയോ ഇന്നത്തെ ഒരു കുട്ടി അൺബോക്സിങ് വീഡിയോ ആണ്. കുട്ടിയല്ല, അത് ബാക്കിലിരിക്കുന്ന ഒരു പെട്ടിയാണ് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ കുറച്ച് അത് നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു പാക്ക് ചെയ്തത്, അപ്പോൾ അത് കാരണം ഞാനത് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ അൺബോക്സിങ് ചെയ്ത് നോക്കിയേക്കാം. ഫസ്റ്റ് നമ്മൾ ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ സ്ഥിരമായിട്ട് കൊണ്ടുവരുന്ന സാധനം പാൽപ്പൊടി, പിന്നെ എനിക്കൊരു ഹെയർ ഡ്രയർ, ഫ്ലാസ്ക്, അങ്ങനത്തെ കുറേ ചില്ലറ സാധനങ്ങളാണ് കേട്ടോ. ഈ ഒരു പെട്ടിയിലെന്ന് പറയുന്നത് കൂടുതലും ടോയ്സ് ആയിരിക്കാം, അത് കുഞ്ഞുമണിക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിലെന്തൊക്കെ ഉണ്ട് എന്നുള്ള സാധനങ്ങൾ. ഇതിൽ 3 പെട്ടിയാണ് നമുക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്യാന്നുള്ള കാര്യം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് എല്ലാവരും മനസ്സിലുണ്ടാവില്ല, ഗൾഫിൽ നിന്നും വരികയാണെങ്കിലും അത് ഗൾഫിൽ നിന്ന് പാഴ്സൽ അയക്കുകയാണെങ്കിൽ തന്നെ എന്തായിരിക്കും ആ പെട്ടിയിലുള്ള ഒരു ആകാംക്ഷ, അത് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ടാവില്ലേ. എനിക്കും അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ ഈ പെട്ടി പൊളിച്ചത്. നമ്മുടെ ഹസ്ബൻഡായാലും അച്ഛനായാലും, എൻ്റെ അച്ഛനൊരു ഗൾഫുകാരനല്ല, എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ ഒരു ഗൾഫുകാരൻ. എങ്കിൽ കൂടെ എനിക്ക് ആ ടൈമിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അച്ഛന്മാരൊക്കെ ഗൾഫിൽ നിന്ന് പെട്ടി പാഴ്സൽ അയച്ചിട്ടുണ്ടെങ്കിലും അവർ ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവർക്ക് പെട്ടി പൊളിക്കേണ്ട ആ ഒരു ഫീലിങ്സ് അവർ ഷെയർ ചെയ്യാറുണ്ട്. പണ്ടൊക്കെ ക്ലാസ്സിന് പഠിക്കണം പോട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു ഇങ്ങനെ പെട്ടി പൊളിക്കണത്, എനിക്കൊന്ന് കാണണം അതെന്താണെന്നുള്ള കാര്യം. പിന്നെ എൻ്റെ പാപ്പന്മാരൊക്കെ ഇങ്ങനെ ഗൾഫിലേക്ക് പോയി, പിന്നെ അവർ വന്നു, പിന്നെ അവർക്കൊക്കെ ഓരോരോ ഫാമിലിയായി. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ നമുക്ക് സ്വന്തമായിട്ടൊന്ന് പെട്ടി പൊട്ടിക്കാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് എൻ്റെ ആഗ്രഹത്തിന് കിട്ടിയൊരു പെട്ടിയാണ് കേട്ടത്. അപ്പോൾ അത് എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ളത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വരുമ്പോൾ തന്നെ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒരു വലിയൊരു ബോക്സിലുണ്ടായിരിക്കും കേട്ടോ. അതെല്ലാ പ്രാവശ്യം ഉള്ളതാണ്. ഇപ്പം മോള് വന്നപ്പോൾ മോളിക്കുള്ള ഐറ്റംസാണ് അതിൽ കൂടുതലും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടോയ്സുകളെല്ലാതും കുഞ്ഞുമോൻ്റെ അച്ഛൻ മേടിച്ച് വെച്ചിട്ടാണ്. കുഞ്ഞുമോൻ്റെ അച്ഛൻ ഇതുവരെ കുഞ്ഞുമോനെ കണ്ടിട്ടില്ല. ആ ഒരു കാണാത്തൊരു ഫീലിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമാണ്. ഇപ്പോൾ കുഞ്ഞുമണിക്ക് 1.5 വയസ്സായി, എങ്കിൽ കൂടിയും കുഞ്ഞുമണിയെ അച്ഛനെ കണ്ടിട്ടില്ല നേരിട്ടിട്ട് പോലും. അപ്പോൾ കുഞ്ഞുമണി ആയതിനു ശേഷം തന്നെ ഒരുപാട് ടോയ്സ്, അതായത് ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഒരുപാട് ടോയ്സ് അങ്ങനെ പർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അങ്ങനെ മേടിച്ച് വെച്ചിട്ടുള്ള ടോയ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലോണം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ ഐറ്റംസ് നമ്മളിതിൽ കാണിക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതൊരു പൊങ്ങച്ചത്തിൻ്റെ ബേസിൽ നിങ്ങൾ എടുക്കരുത് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ ഞാൻ ചെയ്യാമെന്നുള്ള കാര്യം. അതുകൊണ്ട് മാത്രമാണ് ഞാനത് വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊരു പൊങ്ങച്ചായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇത് നമ്മൾ അങ്ങനെയായിട്ട് എടുക്കാനല്ല, നമ്മൾ കുഞ്ഞുങ്ങളുടെ ടോയ്സ് നിങ്ങൾക്കുമായി ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വിചാരിച്ചു. ഞങ്ങളുടെ സന്തോഷമാണ് നിങ്ങൾക്കുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നെഗറ്റീവ് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് ടോയ്സുകളുണ്ട്. പിന്നെ സാധാ ഗൾഫുകാർ വരുന്ന സമയത്ത് എന്തൊക്കെ കൊണ്ടും, അതായത് പിസ്ത, ബദാം, ടോർച്ച്, വിക്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഗൾഫിൽ നിന്ന് സാധാരണക്കാരൊക്കെ അങ്ങനത്തെ സാധനങ്ങളാണ് പ്രതീക്ഷിക്കാറ്. അങ്ങനത്തെ സാധനങ്ങളും പിന്നെ കൂടുതൽ ടോയ്സാണ് ഇതിലുള്ളത്. അപ്പോൾ വേഗം തന്നെ നിങ്ങൾ കണ്ടു നോക്കി നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ബാഗുകൾ ഉണ്ടായിരുന്നു. ആളിങ്ങനെ പുറത്തേക്കൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോന്ന് കാണുമ്പോൾ അത് എനിക്കിങ്ങനെ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ. എനിക്കുള്ളത് അധികമില്ല ഈ പെട്ടിയിൽ. അത് കുട്ടിക്കുള്ള കുറച്ച് കളിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ കൊടുത്തയച്ചുള്ളത്. പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കൊടുത്തയച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നും എനിക്ക് എന്താ പറയുക, ഭയങ്കര സന്തോഷത്തിലാണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി കണ്ട കാരണം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ആ ഒരു സന്തോഷം മനസ്സിലാവാത്ത കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷത്തിനുപരി എനിക്ക് സങ്കടമുണ്ട് കേട്ടോ. അത് വേണം പറയാൻ. എനിക്ക് ആളെ കാണാത്തതിൻ്റെ ഒരു വിഷമം നമുക്ക് എന്തായാലും പ്രവാസിയുടെ വൈഫുമാർക്ക് അറിയുണ്ടായിരിക്കാം. അതിൽ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് അറിയുണ്ടാവും ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇതിൽ ഓരോരോ ടോയ്സ് കാണുമ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട് തോന്നുന്നത്. പിന്നെ നമ്മുടെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ ഇന്ന സാധനമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് അവരത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കത് മേടിച്ചിട്ട് അയച്ചു തരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് എത്തുന്ന ആ ഒരു സന്തോഷം, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് അല്ലേ. ആ ഒരു സന്തോഷമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുഞ്ഞുമണിക്ക് ഒരു ബാഗാണ് കേട്ടോ. കുഞ്ഞുമണി എൻ്റെ ബാഗ്, അവൾക്കൊരു ബാഗ് ഉണ്ടെങ്കിലും കൂടെ എൻ്റെ ബാഗ് ഇട്ട് നടക്കലാണ് സ്ഥിരമായിട്ടുള്ള പരിപാടി. അങ്ങനെ പെട്ടികളൊക്കെ പൊട്ടിച്ചതിൻ്റെ ശേഷമുള്ള ക്ഷീണമായിട്ട് ഇരിക്കുകയാണ് ഞാൻ കേട്ടോ. എനിക്ക് വെറൈറ്റി കുറേ ബാഗ്സുകൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ ബാഗിനോടൊന്നും ക്രേസ് ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്കിങ്ങനെ ചില സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ ബാഗില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നിന്ന് ഓരോരോ ബാഗ് പർച്ചേസിങ്ങിന് പോകുമ്പോൾ മേടിച്ച് വെക്കാറുണ്ട് കേട്ടോ.
അങ്ങനെ എന്താ പറയുക, നമ്മൾ പെട്ടിയൊക്കെ പൊട്ടിച്ചു. ഇതാണ് നമ്മുടെ ടോയ്സുകളൊക്കെ നിരത്തി വെച്ചിട്ട് നമ്മൾ കുഞ്ഞുമണി കളിക്കേണ്ട. കുഞ്ഞുമണി ഉറങ്ങായിരുന്നു. കുഞ്ഞുമണി മേലൊക്കെ നിറച്ച് ചൂടുകൂരാണ് കേട്ടോ, അതുകൊണ്ടാണ് ഡ്രസ്സ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോയ്സുകൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഓൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് ടോയാണ് കൂടുതൽ ഇഷ്ടമായിരുന്നു കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ട വല്ലാത്തൊരു ടാസ്ക്കാണ്. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിതൊക്കെ പൊട്ടിച്ച് നോക്കിയെങ്കിൽ കൂടെ ഇതൊക്കെ എടുത്ത് വെക്കണത് അത് വല്ലാത്തൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിലത്തെ ടോയ്സുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് ഇടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ നമ്മുടെ ടോയ്സൊക്കെ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം.